ഇന്റേൺഷിപ്പ് കൊണ്ടുള്ള ഗുണം എന്തായിരിക്കും? നമ്മൾ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ നമ്മൾ വിഷയങ്ങൾ പഠിക്കുന്നു, അത് എങ്ങനെയാണ് കമ്പനികളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാനൊരു അവസരമാണ് ഇന്റേൺഷിപ്പ്. പ്രാക്ടിക്കൽ നോളജ്. ഒരു കുട്ടി ഇന്റേൺഷിപ്പിന് ഫസ്റ്റ് ഇയർ പോകുന്ന കുട്ടിക്ക് ആ കമ്പനിയിൽ എന്തായാലും നല്ല പോസ്റ്റ് ഒന്നും കൊടുക്കില്ല. അവർക്ക് ജസ്റ്റ് ജനറലി ഒരു ബേസിക് ആയിട്ടുള്ള ജോലികളാണ് കൊടുക്കുന്നത്. പക്ഷെ അത് നമ്മൾ അവിടെ പോയിട്ട് അവിടെ എങ്ങനെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്, അവിടുത്തെ എങ്ങനെയാണ് സറൗണ്ടിങ്സ് ഒക്കെ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അവസരമാണ്. ഇപ്പൊ നമ്മുടെ അടുത്തും ഒരുപാട് പേര് ഇന്റേൺഷിപ്പിന് വരാറുണ്ട്. കാരണം അവർക്ക് ഒരു ഇൻഡസ്ട്രി, ഒരു എക്സ്പോഷർ കിട്ടുക, എന്താണ് ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്, എങ്ങനെയാണ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഇതുള്ളൂ. ടെക്നിക്കൽ ആയിക്കോട്ടെ, ഒരുപാട് സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാംസ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പൊ പല മേഖലകളിലും ഈവൻ എയർപോർട്ട്, സീപോർട്ട് പോലെയുള്ള ഈ ഓപ്പറേഷൻസ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ടും ഇന്റേൺഷിപ്പ് ആണ് എടുക്കുന്നത്. അവർ ഡയറക്ട്ലി ഒരു ഫ്രഷറിനെ ഹയർ ചെയ്യുന്നതിന് പകരം കൂടുതൽ റിക്രൂട്ട്മെന്റ് ഇന്റേൺസിനാണ്. പിന്നെ ഇപ്പൊ MBA ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊജക്ട് ചെയ്യാറുണ്ട്. പ്രൊജക്ട് ചെയ്ത് ആ കമ്പനിയിൽ പോയി വർക്ക് ചെയ്ത് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത് വൈവേ ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് അന്ന് ഇപ്പോഴും അതുണ്ട്. പക്ഷേ എങ്കിലും ഇന്റേൺഷിപ്പും അതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് കമ്പനിയെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മളുടെ ഒരു റെസ്യൂമിൽ തന്നെ അതൊരു ആഡ് ഓൺ ആയിട്ട് കാണിക്കാൻ പറ്റും.